ഹായ് നമസ്കാരം. കളർ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഡ്രോയിങ്ങിൽ ഹെയറിൻ്റെ പോർഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഷെയ്ഡ് ചെയ്തു. ഇന്ന് നമ്മൾ ഈ ഒരു ഏരിയാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, നെറ്റി, കണ്ണ്, ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും കളർ പെൻസിലുകൾ സ്കിൻ ടോൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. ഇതിൽ ഈ ഒരു വർണ്ണമാണ് ബേസ് ലെയർ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, ഒരു ക്രീം കളർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇതിൽ റിംഗ് ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഒരു മഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നത്. ഇതൊരിക്കലും മഞ്ഞ കളറല്ല, ഒരു ക്രീം കളറാണ്, ഒരു ഫ്ലഷ് കളറിന് സമാനമായിട്ടുള്ള ഒരു വർണ്ണം. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബേസ് ലെയർ ചെയ്യാം. ഓക്കെ, പെൻസിൽ ഞാൻ കുറച്ച് മേലെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. പെൻസിൽ താഴ്ത്തി പിടിക്കുമ്പോൾ കുറച്ച് കട്ടിയിലായിരിക്കും പ്രഷർ പോകുന്നത്. നമുക്ക് അങ്ങനെ കട്ടിയിൽ ചെയ്യേണ്ട കാര്യമില്ല. കളർ പെൻസിൽ ഡ്രോയിങ്ങിൽ ഏത് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോഴും ലൈറ്റായിട്ട് തന്നെ ചെയ്യുക. അപ്പം മാത്രമേ നമുക്ക് അടുത്തൊരു വർണ്ണം അതിൻ്റെ മേലെ കൊള്ളിക്കാനായിട്ട് പറ്റൂ. എല്ലാം ഡാർക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ പല വർണ്ണങ്ങളും തമ്മിൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ മിക്സ് ആവില്ല. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈറ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ വരക്കുന്ന ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ഒരു റെഫറൻസ് ഇമേജ് നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അവിടെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വരക്കുന്ന ഈ ഒരു ഷീറ്റ് 300 GSM വരുന്ന ഐവറി ഷീറ്റാണ് ഞാൻ വരക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ നല്ല രീതിയിൽ തന്നെ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വരക്കാൻ എടുത്തിട്ടുള്ള പെൻസിൽ ഡോംസിൻ്റെ കളർ പെൻസിലാണ്. ഇതിൽ സൂപ്പർ സോഫ്റ്റ് അല്ല ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് ചെറുതായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് സൂപ്പർ സോഫ്റ്റ് ആണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലെയർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു ഭാഗത്ത്. ഇതുപോലെ വളരെ സമാധാനത്തിൽ സ്പീഡ് കുറച്ച് നിങ്ങൾ ചെയ്യുക, ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ സ്പീഡ് കൂട്ടാതെ നോർമലി ഞാൻ എത്രയാണോ വരക്കാൻ എടുത്തിട്ടുള്ളത് അത് അതേപടി നിങ്ങൾക്ക് തരികയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ സ്പീഡ് കൂട്ടി ഒരു അരമണിക്കൂറിനുള്ളിൽ എല്ലാ പാർട്ടും എനിക്കിതിൽ സെറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ കാണിച്ചതുകൊണ്ട് കാര്യമില്ല, ബിഗിനേഴ്സിനൊന്നും മനസ്സിലാവില്ല. ക്ലാസ്സിൽ വരക്കുന്നത് നിങ്ങൾ സ്പീഡിൽ കാണുന്നുണ്ടാവും, പക്ഷേ ഓരോ ഭാഗങ്ങളും ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കണം, എങ്ങനെ ഷെയ്ഡ് കൊടുക്കണം, നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ സ്ലോയിൽ കാണിക്കുന്നത്. ഓക്കെ, പുരുകങ്ങൾ വരുന്ന ഭാഗം നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയർ ഈ ഒരു ഫ്ലഷ് കളർ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ സ്കിൻ ടോണിൻ്റെ ചെറിയൊരു രീതിയിൽ കാണാൻ പറ്റും പുരുകത്തിൻ്റെ ഇടയിലൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ആദ്യം കവർ ചെയ്തത് ഈ ഒരു ടോൺ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, നേരിട്ട് പുരുകം ബ്ലാക്ക് ഉപയോഗിച്ചുകൊണ്ട് വരക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നെറ്റിയുടെ ഈ ഒരു ഏരിയ കവർ ചെയ്യുന്ന പോലെ തന്നെ പുരുകത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് പുരുകം ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും ചെയ്യണം. ഇനി നമുക്ക് അടുത്ത പെൻസിൽ എടുക്കാം. ഈ ഒരു ഫ്ലഷ് കളറ് ക്രീം കളർ തന്നെയാണ്. സ്കിൻ ടോണിന് ബിഗിനേഴ്സിന് നല്ല രീതിയിൽ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഒരു കോൺഫിഡൻസ് നമുക്ക് ആദ്യം അച്ചീവ് ചെയ്തെടുക്കണം ഡ്രോയിങ്ങിൽ. അതുകൊണ്ട് ആദ്യം ഇതുപോലെയുള്ള സിമ്പിൾ കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് ചെയ്ത് തുടങ്ങുക. ഇത് പ്യുവർ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ വരച്ച് കാണിക്കുന്നത്. ഓക്കെ, നല്ല രീതിയിൽ വരയ്ക്കാൻ അറിയുന്ന ആൾ ഒരിക്കലും ഒരു വീഡിയോ കാണണമെന്നില്ല.
ഇനി മുടിയുടെ ഈ ഒരു ഭാഗത്ത് ആ ബ്ലാക്ക് ചെറുതായിട്ട് കാണുന്നുണ്ട്, അത് നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കളയാം. ആ ഒരു ഭാഗത്ത് സ്കിൻ ടോണിൻ്റെ ഷെയ്ഡ് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ മുടി വരയ്ക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുക. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അത് നമുക്കതിൻ്റെ ബേസ് ലെയർ ഒന്ന് കവർ ചെയ്തെടുക്കാം. ക്രീം കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് പൊതുവെ ബ്ലെൻഡിങ്ങിനാണ് ഈ കളർ ഉപയോഗിക്കാറുള്ളത് കൂടുതലും. അപ്പോൾ ബിഗിനേഴ്സ് ഇങ്ങനെ സ്കിൻ ടോൺ ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്ത് വരക്കുന്നതിലും പ്രശ്നമൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, കഴിയുന്നത്രയും ഡ്രോയിങ് സിമ്പിൾ ആക്കുക. ആ കണ്ണിൻ്റെ ഈ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യുമ്പോൾ നോക്കണം. ആ ഒരു കണ്ണിൻ്റെ ആ ഒരു ഇതില്ലേ, ആ പാള, അവിടെ ഒരു 3D കാണാനായിട്ട് പറ്റുക, 3 ഡൈമെൻഷൻ. അപ്പോൾ അതെങ്ങനെയാണോ കാണുന്നത് അതിനനുസരിച്ച് തന്നെ ഷെയ്ഡ് കൊടുക്കണം. നടുക്കുള്ള ഭാഗം കുറച്ച് പൊങ്ങിയിട്ടാണ് വരുന്നത്. ആ ഒരു രീതിയിൽ ഒരു കൺപോളയുടെ ഒരാകൃതി. പിന്നെ ഈ ഒരു ഭാഗത്ത് മൂക്കിൻ്റെ ഇടയിൽ ഇവിടെയും 3 ഡൈമെൻഷൻ തന്നെയാണ് വരുന്നത്. അതിനനുസരിച്ച് നോക്കി ഷെയ്ഡ് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഫ്ലാറ്റായിട്ട് അല്ല ഷെയ്ഡ് കൊടുക്കുന്നത്. നെറ്റിയുടെ ഭാഗം കവർ ചെയ്ത പോലെയല്ല, കൺപോള, ആ മൂക്കിൻ്റെ പോർഷൻ അവിടെയൊക്കെ ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് എങ്ങനെയാണോ കാണുന്നത് അതിൻ്റെ ബേസിൽ ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെരിച്ചിട്ടാണെങ്കിൽ ചെരിച്ചിട്ട്, ഓക്കെ, പൊങ്ങിയിട്ട് കാണുന്ന പ്രതലം പൊങ്ങിയിട്ട് തന്നെ വരക്കണം, താഴ്ന്നിട്ട് കാണുന്നത് താഴ്ന്നിട്ട്, അങ്ങനെ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക. നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്കത് ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ആദ്യം ആ ഒരു ട്രാക്കിലേക്ക് എത്തുക. ഓക്കെ, ഒരുപാട് മിസ്റ്റേക്സ് സ്റ്റാർട്ടിങ്ങിൽ വരും, അപ്പോൾ ഒന്നും നമ്മൾ പിന്നോട്ട് പോകരുത്. ഓക്കെ, മിസ്റ്റേക്സ് വന്ന് അത് നമ്മൾ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് ആ ഒരു ട്രാക്കിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുക. ഇനി താഴത്തെ കൺപോള ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇനി ബേൺസ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. ഈ ഒരു കാപ്പി വർണ്ണം ഇവിടെ ഈ മുടിയോട് ചേരുന്ന ഏരിയയിൽ കുറച്ച് ബ്രൗണിഷ് ആയിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക. ആ നെറ്റിയിലെ ഈ ഒരു പോർഷന് കുറച്ച് ഡാർക്ക് ഉണ്ടാവും, നേരിയ തോതിൽ. അപ്പോൾ അതുപോലെ ആദ്യം ലൈറ്റ് പ്രഷറിൽ കവർ ചെയ്തെടുക്കണം. അങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ ഒരു ഡാർക്ക് ടോൺ കിട്ടും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആദ്യമേ ഡാർക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്, കട്ടിയിൽ ലൈറ്റ് ടു ഡാർക്ക് അങ്ങനെ. ഓക്കെ, ഓരോ ലെയറും ഓരോ പെൻസിലുകൾ മാറി മാറി ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുമ്പോഴായിരിക്കും നല്ല വർണ്ണങ്ങൾ കാണാനായിട്ട് പറ്റുക. ഒരുപാട് പെൻസിലുകൾ ഉപയോഗിക്കുക. ഒറ്റൊരു പെൻസിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഏരിയ കവർ ചെയ്യുന്നതല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ മുടി വരയ്ക്കുമ്പോഴായാലും എക്സാക്റ്റ് ബ്ലാക്ക് മാത്രമല്ലല്ലോ നമ്മൾ ഉപയോഗിച്ചത്. അതിൻ്റെ അടിയിൽ നമ്മൾ ബേസ് കോട്ടായിട്ട് നമ്മൾ കാപ്പി വർണ്ണം ഉപയോഗിച്ചിരുന്നു, ഡാർക്ക് ബേൺസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. അതുപോലെ സ്കിൻ ടോണിലും നമ്മൾ പല വർണ്ണങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ലെയർ ഉണ്ട്, ഒരു കട്ടിങ് പോലെ, ആ പുരുകത്തിൻ്റെ ആ ഒരു പോർഷനിൽ ഡാർക്ക് കാണും. ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഭാഗത്ത് ഒരു ലെയർ പോലെ കാണുന്നുണ്ട്. ആ പുരികം വരുന്ന ഭാഗമാണ്, എങ്കിലും അവിടെ ഒരു നെറ്റിയുടെ ഒരു ചുളിവില്ലേ,
അതുപോലെ പുരികവുമായിട്ട് ചേരുന്ന ഏരിയ. റഫറൻസ് പീക്ക് നല്ലപോലെ സ്റ്റഡി ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിനെ എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റുമോ അത്രത്തോളം സിമ്പിളാക്കി വരക്കുക. ഒരു ഡ്രോയിങ്ങിന് ആ റഫറൻസ് പീക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന് ഞാൻ കഴിയുന്നത്ര സിമ്പിളാക്കുന്നുണ്ട്, ലളിതമാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇനി ഡാർക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രഷർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പേര് ഏത് പെൻസിലാണ് ഏറ്റവും ബെസ്റ്റ്, നല്ല വില കൂടിയ പെൻസിൽ സ്റ്റാർട്ടിങ്ങിൽ മേടിക്കണമെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ എത്ര വില കൂടുതലുള്ള പെൻസിലുണ്ട് എങ്കിലും നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ഇല്ലാതെ വരക്കാൻ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. സ്റ്റാർട്ടിങ് സമയത്ത് വിലക്കുറവുള്ള പെൻസിലുകൾ, ടൂൾസുകളൊക്കെ മേടിക്കുക. എന്നിട്ട് അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഒരു ലെവൽ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടൂൾസുകൾ അപ്ഗ്രേഡ് ചെയ്യാം. ഇനി പുരികത്തിൻ്റെ ഫസ്റ്റ് ലെയർ ഈ ഒരു ഗ്രേ കളർ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ പുരികം വരച്ചെടുക്കുക. ആദ്യം ഓരോ ഹെയർ ആയിട്ട്. അധികം കട്ടിയിലല്ല വരക്കുന്നത്, ലൈറ്റ് കളറിലാണ് വരക്കുന്നത്. ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കട്ടിയിൽ ചെയ്യുന്നത്. നിങ്ങൾ വരക്കുമ്പോൾ ലൈറ്റായിട്ട് തന്നെ ചെയ്യണം. ഇനി ഈ റൈറ്റ് സൈഡിലും മാർക്ക് ചെയ്യണം. ഓരോ മുടിനാടിര പുരികത്തിൻ്റെ ഓരോ ഹെയർസായിട്ട് മാർക്ക് ചെയ്യണം. ഇതിന് ഡയറക്ഷൻ നോക്കുക. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് സൈഡ് വരയ്ക്കുമ്പോൾ ഒരു ചായ്വ് കൊടുത്തിരുന്നു, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടാണ് പുരികം വരച്ചത് ഹെയർസ്. ഇപ്പോൾ നോക്കിയേ, പുരികം നമ്മൾ ഹാച്ച് ചെയ്തെടുക്കുമ്പോൾ അതിലൊരു വേരിയേഷൻ വരുന്നുണ്ട്. ചായ്വ് കണ്ടില്ലേ? അത് നോക്കണം. പുരികത്തിൻ്റെ ഡയറക്ഷൻ നോക്കുക, എവിടെ നിന്ന് എങ്ങനെയാണ് വരുന്നത് അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ലൈൻസ് മാർക്ക് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിൻ്റെ ഇടയിൽ കുറച്ച് ഹെയർ കാപ്പി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ ലൈറ്റ് കാപ്പി കളർ ഉപയോഗിച്ചുകൊണ്ട് പുരികം വരച്ചെടുക്കണം. ബേൺ സിയാന തന്നെയാണ്, ലൈറ്റ് ബേൺ സിയാന. ലെഫ്റ്റ് സൈഡിലും ഹെയർസ് കാണുന്നുണ്ട് ചെറുതായിട്ട്, അത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇതേ സെയിം പെൻസിൽ. ഇനി ഹൈലൈറ്റ്, പുരികത്തിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊരു വൈറ്റ് ഹെയർ പോലെ കാണുന്നുണ്ട്. ഇറേസർ പെൻസിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് തരാൻ പറ്റുന്ന ഒരു റിസൾട്ട് ഉണ്ട്. ഇറേസർ പെൻസിലിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. കളർ പെൻസിൽ ഡ്രോയിങ്ങിൽ അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യില്ല. ഏറ്റവും ബെസ്റ്റ് കളർ പെൻസിൽ ഡ്രോയിങ്ങിൽ ഇലക്ട്രിക് ഇറേസറാണ്. അതിൻ്റെ സ്വിച്ചിൽ ചെറിയൊരു കംപ്ലൈൻ്റ് ആയത് കാരണം ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. കഴിഞ്ഞ പാർട്ടിൽ ഞാനത് പറഞ്ഞിരുന്നു. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ലുക്ക് കിട്ടും. ഇനി കറുത്ത പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട്, ബ്ലാക്ക് ഉപയോഗിച്ചുകൊണ്ട് പുരികം ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പുരികം വരയ്ക്കുമ്പോഴും ഹെയർ വരയ്ക്കുമ്പോഴും ഈവൻ സ്കിൻ ടോൺ ചെയ്യുമ്പോഴും ഒക്കെ ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് സ്പീഡിൽ കാണിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പിടികിട്ടില്ല. അതുകൊണ്ടാണ് ഓരോ പോർഷനും നല്ല ലോങ് ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്, എഫേർട്ട് എടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് ഉപയോഗിക്കുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആക്ഷൻസ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവാം. ഇതുപോലെ വരച്ചെടുക്കണം. പുരികത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ഭാഗം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡ് പുരികത്തിലും ബ്ലാക്ക് ഹെയർസ് മാർക്ക് ചെയ്തെടുക്കണം.
ഡയറക്ഷൻ ശ്രദ്ധിക്കുക. പുരികത്തിൻ്റെ ഓരോ ഹെയർസ്, അതിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് അതിൻ്റെ ചായ്വ്, അത് നോക്കണം. ഓക്കെ, ഇടത്തു നിന്ന് വലത്തോട്ട് ഉള്ള ആ ഒരു റൊട്ടേഷൻ നോക്കണം. ഇനി ശ്രദ്ധിക്കുക, ഈ ഒരു പോർഷൻ ഈ ഒരു ഗ്രേ കളർ ഉപയോഗിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തു, ഷെയ്ഡ് കൊടുത്തു. ഇനി ആ സ്കിൻ ടോണിൻ്റെ ഈ ഒരു ഏരിയയിൽ ആ പുരികത്തിനോട് ചേരുന്ന അതിൻ്റെ തൊട്ട് മേലെയൊക്കെ ആയിട്ട് ഹൈലൈറ്റ് പോലെ കാണുന്നുണ്ട്. വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് പേപ്പർ വൈറ്റ് അതേപോലെ ഒഴിച്ചിടല്ല ചെയ്യുന്നത്, ആ ഒരു ഭാഗം വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ കാണിക്കുന്ന ഒരു ഏരിയ ബ്ലെൻഡിങ് മാത്രമാണ്. ഓക്കെ, ഇനി ഈ ഒരു ഫ്ലഷ് കളർ എടുക്കുന്നുണ്ട്. ആ പുരികത്തിനോട് ചേരുന്ന ഈ ഒരു ഏരിയ, അവിടെ സ്കിൻ ടോണിൻ്റെ സ്വാധീനം നല്ലപോലെ കാണാനായിട്ട് പറ്റും. അവിടെ ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കണം, അപ്പോഴാണ് ആ ഒരു ഏരിയ കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റുക. ഇനിയും ഒരുപാട് ലെയേഴ്സ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് സാവധാനത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഭാഗങ്ങളും ഷെയ്ഡ് ചെയ്ത് മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് എന്നോടൊപ്പം വരച്ച് മുമ്പോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നിങ്ങൾ ആദ്യം ഈ ഒരു ക്ലാസ് കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് പെൻസിലും ബുക്കൊക്കെ എടുത്ത് ഈ ഒരു വീഡിയോ കാണുക, പോസ് ചെയ്യുക, നോക്കി വരയ്ക്കുക, പോസ് ചെയ്യുക, അങ്ങനെ മുമ്പോട്ട് പോവുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. ഇനി കണ്ണ്, അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബേൺ ചെയ്യാനെയാണ് യൂസ് ചെയ്യുന്നത്. കാപ്പി വർണ്ണം നല്ലപോലെ ഷാർപ്പൻ ചെയ്യുക. കണ്ണിൻ്റെ ഔട്ട്ലൈൻ വരക്കാനായിട്ട് നല്ലൊരു സൂചിമോന ആവശ്യമാണ്. മോന പൊട്ടാതെ നോക്കണം, അതുകൊണ്ട് അധികം പ്രഷർ കൊടുക്കരുത്. ലൈറ്റായിട്ട് തന്നെ ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുറത്തേക്കൊന്നും പോകാതെ നോക്കണം. ഇത് മായ്ക്കാൻ കുറച്ച് പ്രയാസമാണ്. കളർ പെൻസിൽ ഡ്രോയിങ്ങിൽ ഇറേസർ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗ്രാഫൈറ്റിലാണെങ്കിൽ നമുക്ക് മിസ്റ്റേക്സ് വന്നാൽ പെട്ടെന്ന് ഇറേസ് ചെയ്ത് കളയാം. പക്ഷേ കളർ പെൻസിൽ ഡ്രോയിങ്ങിൽ ഇറേസറിൻ്റെ ഉപയോഗം അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് പരമാവധി നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ വരക്കുക, ഷെയ്ഡ് കൊടുക്കുക. ഇനി ഇതിൽ ഐബോൾ ഞാൻ ഷെയ്ഡ് ചെയ്യാനായിട്ട് പോകുന്നത് കാപ്പി വർണ്ണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ബേസ് ലെയർ കൊടുക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് എല്ലാ ഡ്രോയിങ്ങും ചെയ്യേണ്ടതെന്ന് ഒരിക്കലും വിചാരിക്കരുത്.
ഓരോ റഫറൻസിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ എൻ്റെ വർണ്ണം പോലെയല്ല മറ്റൊരാളുടെ വർണ്ണം, ആ സ്കിൻ ടോൺ, ആ ഹെയർ, അങ്ങനെയല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഒരു റഫറൻസ് പിക്ക് നിങ്ങൾ നല്ലപോലെ ഒബ്സർവ് ചെയ്ത് നോക്കുക. അതിൻ്റെ ബേസ് ലെയർ എന്തായിരിക്കും, അവിടെ ഏത് കളറിൻ്റെ സ്വാധീനമാണ് കൂടുതൽ കാണുന്നത്, അതിൻ്റെ ബേസിൽ വേണം ബേസ് കൊടുക്കാനും പിന്നീട് മുമ്പോട്ട് പോകാനും. ഓക്കെ, ഇതിൽ ഹെയർ അധികവും ബേസായിട്ട് എനിക്ക് ബ്രൗണിഷ് പോലെയാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഹെയറിൻ്റെ ഫസ്റ്റ് ലെയർ ബ്രൗണിഷ് ആയിട്ട് കൊടുത്തത്. കണ്ണിൻ്റെ ഐബോളിലും എനിക്ക് അങ്ങനെ തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത്. കൂടുതലും ബ്രൗണിഷ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ മറ്റൊരു ഡ്രോയിങ് ചെയ്യുമ്പോൾ മറ്റൊരു റെഫറൻസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ വേരിയേഷൻസ് കാണും. ചിലപ്പോൾ അതിൽ കണ്ണിൻ്റെ ഐബോളിൽ ബ്ലൂയിഷ് ആയിട്ട് കാണാം, അപ്പോൾ ഫസ്റ്റ് ലെയർ ബ്ലൂ കൊടുക്കണം. അങ്ങനെ ഹെയറിലും ചിലപ്പോൾ നീല പോലെ കാണുന്നുണ്ടാകാം. ഓക്കെ, ചിലതിൽ ചെമ്പ പോലെ കാണുന്നുണ്ടാകാം. അപ്പോൾ അതിനതിൻ്റേതായ കളർ ടോൺ നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ഡ്രോയിങ്ങിലും ഒരുപോലെയല്ല ഷെയ്ഡിങ്, ലെയറിങ് ചെയ്യേണ്ടത്. അതിൻ്റെ റഫറൻസിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് വേണം നമ്മൾ ഷെയ്ഡ് കൊടുക്കാനായിട്ട്, കളർ പെൻസിലുകൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഐബോൾ ഞാനിപ്പോൾ കാപ്പി ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് ലെയർ കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ബ്രൗൺ ഉപയോഗിക്കുന്നുണ്ട്, കുറച്ചുകൂടെ കട്ടിയിലുള്ള ബേൺ ചെയ്യാനാ. ഈ ഒരു ഏരിയയിൽ നല്ല ഡാർക്ക് ബ്രൗൺ പോലെയാണ് കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഷെയ്ഡ് കൊടുക്കണം. ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോകാൻ നോക്കണം, ഐബോളിൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. അവിടെ വൈറ്റ് സ്പോട്ടാണ് വരുന്നത്. അവിടെ മായ്ച്ചു കഴിഞ്ഞാൽ വൃത്തികേടാവും, നല്ല രീതിയിൽ കിട്ടില്ല പുറത്തേക്ക് കളർ സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ. അവിടെ നല്ലപോലെ ശ്രദ്ധ കൊടുക്കണം. കളർ പെൻസിൽ ഡ്രോയിങ്ങിന് നമുക്ക് നല്ല ക്ഷമ ആവശ്യമാണ് ഇത് പഠിച്ചെടുക്കാനായിട്ട്. ഓക്കെ, ഒരു ആർട്ടിസ്റ്റിന് വേണ്ട, അല്ലെങ്കിൽ ആർട്ട് സ്റ്റുഡൻറ്റിന് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, അല്ലാതെ ഒരുപാട് ടൂളുകൾ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ക്ഷമ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഷെയ്ഡ് കൊടുക്കുന്നത്. ഓക്കെ, പെൻസിൽ എക്സ്റ്റൻഡർ യൂസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ബ്ലാക്ക് പെൻസിലാണ് ഉള്ളത്. ഓക്കെ, ലാസ്റ്റ് ലെയറാണ് ഐബോളിൽ ചെയ്യുന്നത്. ഫസ്റ്റ് സെക്കൻഡ് ലെയർ ബ്രൗണിഷ് ഉപയോഗിച്ചാണ് ചെയ്തത്, ലൈറ്റ് ബേൺ ചെയ്യാനോ ഡാർക്ക് ബേൺ ചെയ്യാനോ. ഇപ്പോൾ ഫൈനലായിട്ട് ബ്ലാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത്രയ്ക്കും ക്ഷമയോടെ നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ടാണ് ഷെയ്ഡ് കൊടുക്കുന്നത്. കണ്ണിൻ്റെ വൈറ്റ് സ്പോട്ടിലേക്കൊന്നും സ്പ്രെഡ് ആകാൻ പാടില്ല, മോനെ ഒടിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ല ക്ഷമയോടെ പ്രഷർ കഴിയുന്നത്രയും കുറച്ച് അപ്ലൈ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇനി ഈ ഒരു ഭാഗത്തും ബ്ലാക്കിൻ്റെ ചെറിയൊരു കട്ടിങ്, ഒരു ലെയർ പോലെ കാണുന്നുണ്ട് കൺപോളയുടെ ഈ ഒരു ഭാഗത്ത്. അവിടെയും ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് വരച്ചെടുക്കണം. പെൻസിൽ ഷാർപ്പൻ ചെയ്യാൻ മറക്കല്ലേ. ഇനി കണ്ണിൻ്റെ തൊട്ട് താഴെ ലൈറ്റ് ബേൺ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ട് ആ കൺപോളയുടെ ആ ഒരു ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. കഴിയുന്നത്രയും ലൈറ്റ് പ്രഷർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വരക്കുമ്പോൾ ആ കൈയുടെ അടിയിൽ ഇതുപോലെ ഒരു പേപ്പർ വെക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇനി ഈ ഒരു ഏരിയ ഇവിടെ 3D ഫീല് കൊണ്ടുവരാനുണ്ട്. ഒരു ലെയർ നല്ലപോലെ ഷെയ്ഡ് കൊടുക്കണം.
കണ്ണിൻ്റെ ഈ ഒരു ഏരിയാസ് ഒന്ന് കവർ ചെയ്തെടുക്കണം. ആ കൺപോളയുടെ ഈ ഒരു ഏരിയ അവിടെ ബേൺസിയാനയുടെ കളർ ടോണാണ്. ആ സ്കിൻ ടോൺ കുറച്ച് കട്ടിയിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഷെയ്ഡ് കൊടുക്കണം. ഇനി കവിളിൻ്റെ ഈ ഒരു ഏരിയയിൽ നമുക്കൊന്ന് ലൈറ്റായിട്ട് ഈ ഒരു കളർ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷെയ്ഡ് കൊടുക്കാം. ഈ ഒരു ഏരിയ കുറച്ച് ഡാർക്കിലാണ് കാണുന്നത്, തൊട്ട് താഴേക്ക് വരും തോറും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ആ ലെയറിൽ വേരിയേഷൻസ് വരും. നമ്മൾ യൂസ് ചെയ്യുന്ന കളർ പെൻസിലിലും വേരിയേഷൻസ് വരും. ഇനി ഈ ഷെയ്ഡിങ് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈ ഒരു ക്രീം കളർ ഉപയോഗിച്ചുകൊണ്ട്. കൺപോളയുടെ ഈ ഒരു ഏരിയയിൽ കുറച്ച് ലൈറ്റായിട്ടും കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡാർക്കായിട്ട് മെൻഷൻ ചെയ്ത ഭാഗം ഈ ഒരു പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതിൽ നിന്ന് ലൈറ്റ് ടോണും ക്രിയേറ്റ് ചെയ്യാം. ബ്ലെൻഡിങ്ങിന് ആയിട്ടും ഈ ഒരു പെൻസിൽ നമുക്ക് യൂസ് ചെയ്യാം. സ്കിൻ ടോണിൻ്റെ ഏരിയാസൊക്കെ കംപ്ലീറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കളർ ടോൺ. ഇനി ഈ ഒരു ഭാഗത്ത് കുറച്ച് ഡാർക്കിലാണ് കാണുന്നത്. ഇപ്പം ഞാൻ ബേൺസിയാനയാണ് യൂസ് ചെയ്യുന്നത്, കാപ്പി വർണ്ണം. ഇനി ശ്രദ്ധിക്കുക, ഈ ഒരു ഏരിയയിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് ഓറഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് കൊടുക്കാം. ലൈറ്റ് പ്രഷറിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ലെയറായിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു ഓറഞ്ചിൻ്റെ ഒരു സ്വാധീനം കാണുന്നുണ്ട് കളർ ടോണിൽ. അത് ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായൊരു റിസൾട്ട് കിട്ടും. മുഴുവനായിട്ടും കൊടുക്കണം എന്നല്ല, ഈ ഒരു കളർ ടോൺ എവിടെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സ്കിൻ ടോണിൽ, അപ്പോൾ ആ ഒരു ഭാഗത്ത് ആ ഒരു ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ചില ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ പിങ്കിൻ്റെ ഒരു റോസ് റെഡിഷ് ആയിട്ടുള്ള
ഒരു ഫീല് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പിങ്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ഓറഞ്ചിൻ്റെ ഒരു സ്വാധീനം കാണുന്നുണ്ട് ലൈറ്റായിട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ലെയർ ചെയ്യാനായിട്ട് ഓറഞ്ചിൻ്റെ പെൻസിൽ എടുത്തിട്ടുള്ളത്. ലൈറ്റ് കളറാണ്, ഡാർക്കായിട്ടുള്ള ഓറഞ്ച് കളറല്ല, ലൈറ്റ് കളർ ഓറഞ്ചാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒന്നും വിട്ടുപോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇതിൽ. ഞാൻ ഉപയോഗിക്കുന്ന പെൻസില് എത്ര രീതിയിൽ ഞാൻ എത്ര അളവിൽ പ്രഷർ കൊടുക്കുന്നുണ്ട്, ലൈറ്റായിട്ടാണോ കൊടുക്കുന്നത്, ഡാർക്കായിട്ടാണോ കൊടുക്കുന്നത്, എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ കഴിയുന്നത്ര അത് ഫോളോ ചെയ്യുക. ഓക്കെ. പ്യുവർ ബിഗിനേഴ്സിന് വരക്കാൻ കഴിയണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. എല്ലാവർക്കും വരക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഒരു ഭാഗത്തും ഓറഞ്ച് ലൈറ്റ്നിങ് ആയിട്ടാണ് കാണുന്നത്. ലൈറ്റ് ഓറഞ്ചിൻ്റെ സ്വാധീനമുണ്ട് ഈ ഒരു ഭാഗത്ത് സ്കിൻ ടോണിൽ. അപ്പോൾ അത് ലൈറ്റായിട്ട് നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വേറെ തന്നെ ആയിരിക്കും. ലൈറ്റായിട്ട് കൊടുക്കാം. കളർ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ പ്രത്യേകത, നമ്മൾ ഒരുപാട് പെൻസിലുകൾ യൂസ് ചെയ്യണം. ഒരു ഏരിയ തന്നെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു 2 പെൻസിലൊന്നുമല്ല, ഒരുപാട് കളർ പെൻസിലുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. ഓക്കെ, ഒരുപാട് പഠിക്കാനുണ്ട് ഇതിൽ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്തോറും നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. മാക്സിമം ഒറ്റൊരു പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല, ആ ചാർക്കോൾ ഡ്രോയിങ് പോലെയല്ല. കുറച്ച് കാര്യങ്ങൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയൊരു ഏരിയയിൽ ഒരു പിങ്ക് പോലെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു കളർ ടോൺ പിങ്ക് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഏരിയ ലൈറ്റായിട്ടൊന്ന് കൊടുക്കാം, റെഡിഷ് ആയിട്ടുള്ള രീതിയിൽ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു കാസർഗോഡുകാരനാണ്. ഓക്കെ, ആ ക്ലാസ് എടുത്തിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് ലാംഗ്വേജ് വന്നത്. ഓക്കെ, മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കാസർഗോഡൻ സ്ലാങ് അറിയാലോ, വന്നിനി പോയിനി പറഞ്ഞിനി. ഓക്കെ, അത് പറഞ്ഞാണ് ഈ ഒരു രീതിയിലേക്ക് വന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട്, ഓക്കെയാണ്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ ഒരു ഏരിയയിൽ റെഡിഷായിട്ട് ചെറുതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിനനുസരിച്ച് ഷെയ്ഡ് കൊടുക്കാം. ലൈറ്റ് പിങ്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് പെൻസിലുകൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കളർ ടോണിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. നമ്മൾ ക്രീം കളർ യൂസ് ചെയ്തിരുന്നു, ലൈറ്റായിട്ടുള്ള ഫ്ലഷ് കളർ യൂസ് ചെയ്തിരുന്നു, ലൈറ്റ് ബേൺസിയാന യൂസ് ചെയ്തിരുന്നു, ഓറഞ്ച് തൊട്ട് താഴെ യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ പിങ്കും യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വർണ്ണങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു എക്സാക്റ്റ് സ്കിൻ ടോണിലേക്ക് എത്താനായിട്ട് പറ്റുക. ഇനി കണ്ണിൽ ചെറുതായിട്ട് നമുക്ക് ഈ ഒരു പിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് കൊടുക്കാം. തൊട്ടില്ല എന്നുള്ള രീതിയിൽ അത്രയ്ക്കും ലൈറ്റ് പ്രഷറിലാണ് ഷെയ്ഡ് കൊടുക്കുന്നത്. ഓക്കെ, അവിടെ വൈറ്റിൻ്റെ സ്വാധീനം ഉണ്ടായിരിക്കണം എങ്കിൽ നേരി തോന്നിൽ പിങ്കും. ഇനി അതേപോലെ തന്നെ ബ്ലൂവും കൊടുക്കുന്നുണ്ട് ലൈറ്റായിട്ട്. കഴിയുന്നത്രയും പ്രഷർ കുറയ്ക്കണം, ഒരിക്കലും അമർത്തി ഷെയ്ഡ് കൊടുക്കരുത്. നേരിയ തോതിൽ ജസ്റ്റ് ആ ഒരു കളറിൽ കാണുന്ന ഒരു റിഫ്ലക്ഷൻ അത് കൊണ്ടുവരാൻ, കണ്ണിൽ കാണുന്ന ആ ഒരു റിഫ്ലക്ഷൻ അതുപോലെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഡാർക്ക് വേണ്ട രീതിയിൽ ഐബോൾ ഡാർക്ക് ചെയ്തെടുക്കാം. എക്സാക്റ്റ് ബ്ലാക്ക് പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ.
ഇനി കാപ്പി വർണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. ആ കൺപോളയുടെ ഈ ഒരറ്റത്ത് കുറച്ച് ഡാർക്ക് പോലെ കാണുന്നുണ്ട്, അത് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഓരോ ഭാഗങ്ങളും നമ്മൾ വിട്ടുപോകാതെ നല്ലപോലെ ഒബ്സർവ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വൈറ്റ് ജെൽ പെന്ന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ആ കണ്ണിലെ ഹൈലൈറ്റ് മാർക്ക് ചെയ്യാനായിട്ട്. കണ്ടില്ല, ആ ഒരു വൈറ്റ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കണ്ണിനൊരു ലൈഫ് ഫീൽ ചെയ്യും. ഇതുപോലെ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വൈറ്റ് ജെൽ പെന്ന് വെച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു അറ്റത്തും ചെറിയൊരു വൈറ്റ് ഡോട്ട് പോലെ കൊടുക്കുന്നുണ്ട്. ഒരു കണ്ണിൻ്റെ ഒരു ലൈഫ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി റൈറ്റ് സൈഡിലുള്ള കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് ഷെയ്ഡ് വേണ്ട ഭാഗങ്ങൾ നല്ലപോലെ സ്റ്റഡി ചെയ്തിട്ട് അതിനനുസരിച്ച് ഞാൻ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. പേൺസിയാനയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ കണ്ണ് കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഈ ഒരു ഭാഗവും കവർ ചെയ്യും. കണ്ണിലെ ലെയർ, ഔട്ട്ലൈനും കാര്യങ്ങളും ഓക്കെ, അത് ബേൺസിയാന വെച്ചാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് കുറച്ച് കട്ടിയിലാണ് കാണുന്നത്. ആ ലെഫ്റ്റ് സൈഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റൈറ്റ് സൈഡ് ഭാഗത്തുള്ള കണ്ണിൻ്റെ ഈ ഒരു ഏരിയാസിൽ കുറച്ച് കട്ടിയിലാണ് കാണുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ കട്ടിയിലുള്ള കാപ്പി വർണ്ണമാണ് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തും കണ്ണിൻ്റെ ഔട്ട്ലൈൻ ആ ഷേപ്പ് അനുസരിച്ച് വരച്ചെടുക്കുന്നുണ്ട്. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യണം. ആ കണ്ണിൻ്റെ ഈ ഒരു ഏരിയാസ് അതൊക്കെ വിട്ടുപോകാതെ വരച്ചെടുക്കുക.
ഇനി ഈ ഒരു കൺപോളയുടെ തൊട്ട് താഴത്തെ ലെയറും മാർക്ക് ചെയ്തെടുത്തു. അത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫീലിലേക്ക് വരും, സ്കിൻ ടോണിൻ്റെ ഇതിലേക്ക് ലയിച്ച് വരും. ഐബോള് നമുക്ക് ഫസ്റ്റ് ലെയർ ബ്രൗൺ വെച്ച് ചെയ്യാം. ഐബോളിൻ്റെ പുറത്തേക്ക് ഷെയ്ഡ് പോകാതെ നോക്കണം. അതുകൊണ്ട് നല്ലപോലെ ടൈം എടുത്തിട്ട് തന്നെ ചെയ്താൽ മതി. ഇനി ഈ ഒരു ഭാഗത്ത് നീല ഒരു ബ്ലൂയിഷ് പോലെയും കാണുന്നുണ്ട് തൊട്ട് ഈ ഒരു സൈഡിൽ. അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്ത് നീല പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട്, നീല കളർ ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇനി ഡാർക്ക് ഉപയോഗിച്ചുകൊണ്ട് ബേൺസ് ചെയ്യാനെ വെച്ച് ഈ ഒരു ഏരിയാസ് കവർ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മേലെ നമ്മൾ ബ്ലാക്ക് ചെയ്യുമ്പോൾ എക്സാക്റ്റ് റഫറൻസിൽ കാണുന്ന ആ ഒരു ഐബോളിൻ്റെ കളറിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അങ്ങനെ ഓക്കെ, ലെയർ ബൈ ലെയർ ആയിട്ട് ഷെയ്ഡ് കൊടുക്കുക. ഇനി ബ്ലാക്ക് ഉപയോഗിക്കുന്നുണ്ട്, പ്യുവർ ബ്ലാക്ക് ആണ്. ഈ ഒരു ഏരിയാസ് വൈറ്റിലേക്ക് പോവാതെ, കണ്ണിൻ്റെ വെളുത്ത ഏരിയയിലേക്ക് പോകാൻ പാടില്ല, ഐബോളിൽ മാത്രം. കണ്ണിൻ്റെ ഈ ഒരു ലെയറും ബ്ലാക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഔട്ട്ലൈൻ ചെയ്തതിൻ്റെ സൈസ് കൂടാനോ കുറയാനോ പാടില്ല, അത് പ്രത്യേകിച്ച് നോക്കണം. അതുകൊണ്ടാണ് പെൻസിൽ ഷാർപ്പൻ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറയുന്നത്.
ഇനി കണ്ണിലെ ഒരു വൈറ്റ് ഇറേസർ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ഇറേസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ലെയർ ഷെയ്ഡ് കൊടുക്കാം. ആ കൺപോളയുടെ ഒരു ഏരിയ, ആ കണ്ണിൻ്റെ ഏകദേശം ഐഡിയ മാത്രമേ ആയിട്ടുള്ളൂ, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം. കണ്ണിൽ വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ചുകൊണ്ട് ആ ലെഫ്റ്റ് ഐ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നിങ്ങളുടെ കയ്യിലിപ്പോൾ വൈറ്റ് ജെൽ പെൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വാട്ടർ കളർ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചും ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് പോയിന്റ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതേ റിസൾട്ട് തന്നെ കിട്ടും. ഇനി പുരികത്തിൽ ഡാർക്ക് വേണ്ട ഭാഗങ്ങൾ നമുക്കിനി ഡാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ ഈ ഒരു ഏരിയാസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് പുരികത്തിൻ്റെ ഭാഗങ്ങളും സ്കിന്നിൻ്റെ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആദ്യം ഒരു ഏകദേശം ഐഡിയ കിട്ടണം എല്ലാ ഭാഗത്തിൻ്റെയും, പിന്നീട് മുമ്പോട്ടുള്ള യാത്ര എളുപ്പമായിരിക്കും. ഇനി പുരികത്തിൻ്റെ ഹൈലൈറ്റിൻ്റെ ഇടയിലുള്ള ഡാർക്ക് ഹെയർസ് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു ഏരിയയിൽ ലൈറ്റ് ഓറഞ്ച് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫേസിൻ്റെ ഈ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്തെടുക്കാം ഈ ഒരു കളർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. ഇനി നമുക്ക് പിങ്ക് എടുക്കാം. ആ പിങ്ക് ഉപയോഗിച്ച് ഷെയ്ഡ് കൊടുക്കാം. ഇപ്പോൾ റിംഗ് ലൈറ്റ് ഓഫായി. ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് കളർ എന്ന് പറയുന്നത് ഡ്രോയിങ്ങിൻ്റെ. ഓക്കെ, ഇപ്പോൾ റിംഗ് ലൈറ്റ് ഓൺ. റിംഗ് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് ഹെയറിൻ്റെ പോർഷനിൽ. ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് റെഡിഷ് പോലെ കാണുന്നുണ്ട്. ആ ഒരു ഏരിയ ലൈറ്റായിട്ട് പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ട് ഷെയ്ഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റും കണ്ണിൽ.
ഇനി ബ്ലാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ഹൈലൈറ്റ് മാർക്ക് ചെയ്തതിൻ്റെ ഏരിയ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. അത്ര കൂടുതൽ ഹൈലൈറ്റ് അവിടെ കാണുന്നില്ല. അപ്പോൾ ബ്ലാക്ക് വേണ്ട ഭാഗങ്ങളൊന്ന് കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ. അപ്പോഴാണ് ആ ഒരു കണ്ണിൻ്റെ എക്സാക്റ്റ് ലുക്ക് എങ്ങോട്ടേക്കാണ് എന്നുള്ള ഒരു ഇത് കിട്ടും, പെർഫെക്റ്റ് ലുക്ക് കിട്ടും. നീറ്റ്നെസ്സും ലുക്ക് ആൻഡ് നീറ്റ്നെസ് നമ്മൾ ഹൈലൈറ്റിനും മാച്ച് ചെയ്യുന്നുണ്ട്. ഇനി തൊട്ട് താഴെയുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് കൊടുക്കാം. ഈ ഒരു ഏരിയാസിൽ ബേൺസ് ചെയ്യാൻ യൂസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് അപ്ലൈ ചെയ്യുക. ആ കൺപോളയുടെ ഒരു ഭാഗം അവിടെ 3D ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് 3D എഫക്റ്റ്. ഇനിയും കുറച്ച് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മുമ്പോട്ട് പോകുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഈ ഒരു വർണ്ണം ഉപയോഗിച്ചുകൊണ്ട് ബ്ലെൻഡ് ചെയ്യാം. ഹൈലൈറ്റ് കാണുന്ന ഭാഗത്ത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് വൈറ്റ് പെൻസിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ബ്ലെൻഡിങ്ങിന് 2 പെൻസിലും യൂസ് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് വൈറ്റ് സ്പോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് വൈറ്റ് പെൻസിൽ തന്നെ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇത്രയും ഭാഗമാണ് കവർ ചെയ്യുന്നത്. ഈ ഒരു ഭാഗം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ആക്ഷൻസ് എടുക്കുക, മുമ്പോട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി ഭാഗങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും, വരക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.